നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൗരന്മാർക്കും താമസക്കാർക്കും കാര്യക്ഷമവും സമയബന്ധിതവുമായി സേവനങ്ങൾ നൽകാൻ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്ററുമായി കുവൈറ്റ്. വാസൽ എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുമായി സഹകരിക്കാൻ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഒമർ അൽ ഒമർ. സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ സാമൂഹിക സുരക്ഷ മനുഷ്യക്കടത്ത് കുറ്റകൃത്യ വിരുദ്ധ വിഭാഗം ആരംഭിച്ചു സൗദി. പുതിയ വിഭാഗം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും വികസിപ്പിക്കാനും. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും സംസ്ഥാന വ്യവസായ മേഖലയെയും പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. വിമർശനവുമായി നേതാക്കൾ. ലേഖനത്തിൽ ഉറച്ച ശശി തരൂർ. സംസ്ഥാനത്തെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാടിന് മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും അഭിനന്ദനം. വയനാടിന് അനുവദിച്ച കേന്ദ്ര സഹായത്തിലെ ഉപാധികളിൽ വിമർശനവുമായി LDF-ഉം UDF-ഉം. കേന്ദ്രം പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് മന്ത്രി കെ രാജൻ. സഹായം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, അവകാശമെന്ന് VD സതീശൻ. 50 വർഷം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വേവലാതി വേണ്ടെന്ന് കെ സുരേന്ദ്രൻ. വായ്പാ വിനിയോഗത്തിന് പദ്ധതി സമർപ്പിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ നടപടി. 5 വിദ്യാർത്ഥികളുടെ തുടർപഠനം തടയും. തീരുമാനം നഴ്സിംഗ് കൗൺസിലിന്റേത്. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇന്നും സംഘർഷത്തിലേക്ക്. ഭീതിയുടെ അന്തരീക്ഷമുണ്ടാകുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് റാഗിംഗിന് കാരണമെന്ന് മന്ത്രി R. ബിന്ദു. കുവൈറ്റിൽ പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ കാര്യക്ഷമവും സമയബന്ധിതവുമായി സേവനങ്ങൾ നൽകുന്നതിനും സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സംയോജനം വർദ്ധിപ്പിക്കുന്നതിനും ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ വാസൽ പ്രവർത്തിക്കുമെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഒമർ അൽ ഒമർ. വാസൽ പ്ലാറ്റ്ഫോമുമായി സഹകരിക്കാനും ആശയവിനിമയ സേവനങ്ങളും പൊതു ഇടപഴകലും മെച്ചപ്പെടുത്തുന്നതിനും അതിന്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും മന്ത്രി അൽ ഒമർ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടു. സെൻട്രൽ ഏജൻസി ഫോർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ നജാത്ത് ഇബ്രാഹിം പ്രഖ്യാപിച്ച ഗൂഗിളുമായുള്ള സഹകരണം ഈ ശ്രമത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഗൂഗിളിന്റെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി അതിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും വാസൽ കേന്ദ്രം വികസിപ്പിക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്നും നജാത്ത് ഇബ്രാഹിം പറഞ്ഞു. കുവൈറ്റിൽ അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനൊപ്പം അത്തരം എക്സോസ്റ്റുകൾ വിതരണം ചെയ്യുന്ന എല്ലാ കമ്പനികളും ഉടനടി അടച്ചുപൂട്ടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്യും. ഇത്തരം നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ വർക്ക്ഷോപ്പുകളിൽ വിന്യസിക്കും. വാഹന ഉടമകൾ ഗതാഗത നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടു. നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുന്നതിനും അവർക്കെതിരെ ഉടനടി നടപടിയെടുക്കുന്നതിനും തീവ്ര സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിലെ സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സൗദി ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ സാമൂഹിക സുരക്ഷ മനുഷ്യക്കടത്ത് കുറ്റകൃത്യ വിരുദ്ധ വിഭാഗം ആരംഭിച്ചു. കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും വികസിപ്പിക്കാനുമുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നിർദ്ദേശാനുസരണമാണ് പുതിയ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുസുരക്ഷാ വകുപ്പുമായാണ് പുതിയ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വ്യക്തിപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നതോ നിയമവും വ്യവസ്ഥയും ഉറപ്പു നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ലംഘിക്കുന്നതോ വ്യക്തികളുടെ അന്തസ്സ് ഏതെങ്കിലും വിധത്തിൽ ഹനിക്കുന്നതോ ആയ കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടമാണ് പുതിയ ഡിപ്പാർട്ട്മെന്റ് നടത്തുകയെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പുകഴ്ത്തിയ നിലപാടിൽ ഉറച്ച ശശി തരൂർ. പ്രതിസന്ധിയിലായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം തരൂരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുവന്നു. അതേസമയം കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെ പ്രകീർത്തിച്ച തരൂരിനെ മുഖ്യമന്ത്രിയും CPM-ഉം സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെയും പ്രശംസിച്ച് ശശി തരൂർ ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനമാണ് വിവാദത്തിനിടയാക്കിയത്. കടുത്ത വിമർശനമുയർത്തി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നെങ്കിലും തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കാണണമെന്നും അംഗീകരിക്കണമെന്നുമുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തരൂർ ആവർത്തിക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി. നിങ്ങൾക്കറിയാം, ഈ സ്റ്റാർട്ടപ്സിന്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത്
ഇതൊരു നല്ല കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കൾ നഖശിഖാന്തം വിമർശിക്കുമ്പോഴാണ് തരൂരിന്റെ പുകഴ്ത്തൽ. തരൂരിനെതിരെ വിമർശനം ഘടിപ്പിച്ച് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നു. ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കാണില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നയങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സംസ്ഥാനത്തെ വ്യാവസായിക വകുപ്പിനെ പ്രശംസിച്ച തരൂരിനെ സ്വാഗതം ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും CPM നേതൃത്വവും. കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സാധാരണ പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തത്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മഴവിൽ സത്യത്തിൻ്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഇടത് സർക്കാരിന്റെ നയങ്ങളെ നിയമസഭയ്ക്കകത്തും പുറത്തും വിമർശിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിന്റെ പ്രശംസ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 530 കോടി രൂപ വായ്പ വിനിയോഗിക്കുന്നതിനായി പദ്ധതി സമർപ്പിക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം. 1.5 മാസത്തിനുള്ളിൽ തുക വിനിയോഗിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉപാധി. ഇക്കാരണത്താൽ ദ്രുതഗതിയിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് വിവിധ വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. വകുപ്പുകൾ ഒരാഴ്ചയ്ക്കകം പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഇതനുസരിച്ച് എത്രയും വേഗം തുക വിനിയോഗിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായമാണ് ലഭിക്കേണ്ടതെന്നും വായ്പയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു. ദുരന്തത്തിന്റെ ഭാഗമായുള്ള സഹായം ലഭിക്കണം. വായ്പയിൽ എന്തു ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തമുണ്ടായപ്പോൾ അതിന് നേരെ കണ്ണടക്കുന്ന നില. ദുരന്തത്തിൽ സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ? അത് സഹായത്തിന് പകരമാവില്ലല്ലോ. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലേ? ആ ബാധ്യത ഇനിയും നിറവേറ്റേണ്ടതായിട്ടുണ്ട്. വായ്പയുടെ ഭാഗമായി അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കും. അത് ആലോചിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് വേറൊരു ഭാഗമാണ്. പക്ഷേ സർക്കാരിന്, നാടിന്, കേരളത്തിന് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട സഹായം അതേ രീതിയിൽ തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള സമ്മർദ്ദം നാം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. വയനാട് വിഷയത്തിൽ കേരളം ആവശ്യപ്പെട്ടത് ഭരണഘടനാപരമായ അവകാശമെന്ന് മന്ത്രി കെ രാജൻ. കേന്ദ്രം അനുവദിച്ചത് ഉപാധികളോടെയുള്ള ലോൺ മാത്രമാണ്. അനുവദിച്ച ലോൺ ഉപയോഗിക്കുമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. കൈമാറുകയാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ 5ാമത്തെ നിബന്ധനയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, കേരളം അന്ന് ഈ ലോൺ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞ പ്രോജക്റ്റുകൾ, അതായത് പാലം പണി, റോഡ് പണി, സ്കൂളുകളുടെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങി സ്വാഭാവികമായിട്ടും സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ അത് കേരളത്തിന് ലഭ്യമാകുന്ന ഡെവല്യൂഷനിൽ കുറവ് വരുത്തും. അതായത് കേന്ദ്രം കേരളത്തിന് സാധാരണ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പാലത്തിന് ആരെങ്കിലും പിന്നീട് സഹായം ചെയ്താൽ പാലം തന്നെ ചെയ്തേക്കണം. പാലം മാറി ഒരു റോട്ടിലേക്ക് കടന്നാൽ അങ്ങനെ എടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്നത് ഈ ലോണിൻ്റെ ഭാഗമല്ല എന്ന് കാണുകയും അത് കേരളത്തിന് സാധാരണ നൽകുന്ന ഡെവല്യൂഷനിൽ പെടുത്തി കേരളത്തിന് സാധാരണ നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള വിവിധ സംഖ്യകളിൽ പെടുത്തി കുറവ് ചെയ്യും എന്നും. വയനാടിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു താല്പര്യവുമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. BJP നേതാക്കൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്നവരാണ്. എന്താണ് അവർ മിണ്ടാത്തത്? പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ കളിയാണ് വയനാടിന്റെ പേരിൽ BJP നടത്തുന്നതെന്നും സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. വയനാട് ദുരന്തത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഒന്നുകൂടി വ്യക്തമല്ല. ഒരാത്മാർത്ഥയില്ല. ഈ 10-45 ദിവസം കൊണ്ട് 500-ൽ പരം കോടി രൂപ ചെലവഴിച്ചോണമെന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ചെലവഴിച്ചതിന് ശേഷം ചെലവാക്കിയതിൻ്റെ കണക്ക് കൊടുക്കുമ്പോൾ പണം ഞങ്ങൾ തരും എന്ന് പറയുമ്പോൾ മനുഷ്യത്വമുണ്ട്. ഞാനിവിടുത്തെ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം, ഈ ഭൂമിക്ക് കീഴിലുള്ള സകല കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയുന്നതല്ല, എല്ലാത്തിനെ പറ്റി അഭിപ്രായം പറയുന്ന ഒരു പാർട്ടി കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടിനെതിരെ ഒരക്ഷരം നിങ്ങൾ പറയണ്ടേ? എന്തിനാണ് കണ്ടീഷനാണ്? ചെയ്യേണ്ട കാര്യം എന്താ? ഇനി ഞങ്ങൾക്കാണ് 50 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി. 500 കോടി രൂപ തരുന്നു, നിങ്ങൾ 50 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി, പലിശരഹിതമാണ്, സന്തോഷം.
45 ദിവസം കൊണ്ട് ഈ പണം മുഴുവൻ ചിലവായിക്കോണം, നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ട് എഴുതി തന്ന ഞങ്ങൾ ഈ പണം തരുമെന്ന് പറയാൻ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ കേരളം? വയനാട് പുനരധിവാസത്തിനായി 50 വർഷത്തിനു ശേഷം തിരിച്ചടയ്ക്കുന്ന തരത്തിലുള്ള കേന്ദ്ര വായ്പയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴേ വേവലാതിപ്പെടേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിലവിൽ നൽകിയ തുക ഗ്രാന്റിന് തുല്യമാണെന്നും സർക്കാർ രാഷ്ട്രീയം കളിക്കാതെ വയനാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സമയമാണ് വേണ്ടതെങ്കിൽ കേന്ദ്രത്തിന് മുന്നിൽ അത്തരം ആവശ്യം സർക്കാരിന് ഉന്നയിക്കാമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇത്ര ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDFO ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. അതിന് ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല. ഇനി സമയം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായിട്ട് എല്ലാവരും ചേർന്ന് ആ സമയം നീട്ടിക്കൊടുക്കാൻ, ഈ മാർച്ച് 31 എന്നുള്ള ഡെഡ് ലൈൻ നീട്ടിക്കിട്ടാൻ നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുക. വയനാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പുനരധിവാസത്തിനും അതുപോലെ തന്നെ എല്ലാ നടപടികൾക്കുള്ള പണമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കിടന്നുറങ്ങാതെ രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പോൾ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം. അതാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര ധനസഹായത്തിൽ പ്രതികരണവുമായി മന്ത്രി AK ശശീന്ദ്രൻ. തുടയിലെ ഇറച്ചി എടുത്തുകൊള്ളൂ, പക്ഷേ രക്തം കിനിയരുതെന്ന് പറഞ്ഞ പോലെയാണ് സഹായമെന്ന് പുരാണത്തെ ഉദാഹരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഇത്രയും ക്രൂരമായ വിനോദം ഒരു സംസ്ഥാന സർക്കാരുകളോടും കാണിക്കരുതെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഇത്രയും ക്രൂരമായ ഒരു വിനോദം ഒരു സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റുകളോട് കാണിക്കാൻ പാടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പണം നൽകിയെന്ന് പറയുകയും ഉപാധികൾ വെച്ച് അത് ചെലവഴിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇരട്ടത്താപ്പാണ്. പുരാണത്തിലൊരു കഥയുണ്ട്, ഷിബു ചക്രവർത്തിയുടെ കഥ. തുടയിലെ 1 കിലോ മാംസം കൊടുക്കണമെന്ന് വിധിച്ചു. ഷിബു ചക്രവർത്തി പറഞ്ഞു, എടുത്തോളൂ, പക്ഷേ ഒരു തുള്ളി ചോര പൊടിയാൻ പാടില്ല. അതിനർത്ഥം മാംസം എടുക്കാൻ കഴിയില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ചുണ്ടത്ത് വരെ എത്തിച്ചു കഴിക്കാൻ കഴിയില്ല. ആരോടാണ് ഈ ക്രൂരവിരോധം? എന്തിനാണ് ഈ ക്രൂരവിനോദമെന്ന് ആ ഗവൺമെന്റിനെ പിന്താങ്ങുന്നവരും ഗവൺമെന്റും ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവരത് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ നടപടിയുമായി നഴ്സിംഗ് കൗൺസിൽ. 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ തീരുമാനം. അതേസമയം ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് റാഗിങ്ങിന് കാരണമെന്ന് മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. ഹോസ്റ്റൽ മുറിയിൽ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിച്ച KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽജിത്ത്, NV വിവേക് എന്നീ വിദ്യാർത്ഥികൾ പഠനം തുടരാൻ അർഹരല്ലെന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ കണ്ടെത്തൽ. നഴ്സിംഗ് കൗൺസിൽ യോഗത്തിലാണ് പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും തുടർ പഠനത്തിൽ നിന്നും വിലക്കാൻ തീരുമാനമെടുത്തത്. ജൂനിയർ വിദ്യാർത്ഥികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രതികൾ ചെയ്തത് എന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ വിലയിരുത്തൽ. കോളേജ് അധികൃതരെയും സർക്കാരിനെയും തീരുമാനം അറിയിക്കും. ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ ബോർഡ് നഴ്സിംഗ് കൗൺസിലാണ്. കേരളത്തിൽ എന്തായാലും അവർക്ക് ഇനി പഠിക്കാൻ സാധിക്കില്ല. കേസിൽ തീരുമാനമാകുന്ന മുറയ്ക്കാകും മറ്റ് നടപടിക്രമങ്ങൾ. അതേസമയം ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് റാഗിങ്ങിന് കാരണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. ആന്റി റാഗിംഗ് സെല്ലുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തതല്ല, കുട്ടികൾക്കുള്ളിലെ സംഘർഷങ്ങൾ തുറന്നു പറയാനുള്ള സാവകാശമില്ലാത്തതാണ് മറ്റൊരു കാരണമെന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. ആന്റി റാഗിംഗ് സെല്ലുകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല, പൊതുവിൽ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ തീർച്ചയായും ഇപ്പോൾ 2-3 സംഭവങ്ങൾ ഒരേ സമയം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും കുറേ കൂടി ശക്തമായിട്ട് റാഗിങ്ങിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നതായിട്ടുള്ള കാര്യം. ന്യൂസ് ഡെസ്ക് അമൃത TV. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. BJPയും CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനും കോളേജിലേക്ക് മാർച്ച് നടത്തി. BJPയുടെയും AISF, AIYF എന്നീ സംഘടനകളുടെയും പ്രതിഷേധം പരിധി കടന്നതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി.എ. സുലേഖ, അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി. മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നിട്ടില്ല. ശനിയാഴ്ചയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തി. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടി ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെയായിരുന്നു AISF, AIYF എന്നീ സംഘടനകളുടെ സംയുക്ത മാർച്ച് എത്തിച്ചേർന്നത്. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിൽ തന്നെ BJPയും പ്രതിഷേധവുമായി എത്തി. ഒരു പടി കൂടി കടന്നതായിരുന്നു BJPയുടെ പ്രതിഷേധം. ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ കൊടികളും കൊടികെട്ടിയ കമ്പുകളും പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഇതേ തുടർന്ന് ഇവർക്ക് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ തുടരുമ്പോഴും കുറ്റമറ്റ അന്വേഷണ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രതികളെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. കൃത്യത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും മുമ്പും റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. നല്ല അന്വേഷണ സംഘമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് അവരുടെ പേരിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കുകയും അതിൽ പോലീസിൻ്റെ ആക്ഷൻ ഒരു ഭാഗത്തുകൂടി ഉണ്ടാകുന്ന പോലെ തന്നെ ഈ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പം തന്നെ അവരെല്ലാം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സസ്പെൻഷൻ കൊണ്ട് മാത്രം അവസാനിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇവരെ പോലുള്ള ആളുകൾ ഇനി സമൂഹത്തിൽ നഴ്സായി വന്നാലത്തെ ഒരു സ്ഥിതി നമ്മൾ ആലോചിച്ചു നോക്കും. റാഗിംഗ് കേസിലെ പ്രതികൾക്ക് ഇടത് വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ബന്ധവും ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ പ്രതികളായ 5 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനമെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. മുൻവൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂര കൊലപാതകമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ഋതുവിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ഇയാൾ ലഹരിക്കടിമയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസിലാകെ 112 സാക്ഷികളാണുള്ളത്. 60 തെളിവ് രേഖകൾ ശേഖരിച്ചു. കൂട്ടക്കൊലപാതകം നടന്ന് 30ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. IAS തലപ്പത്തെ പോരുമുറുകുന്നു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ആരോപണവുമായി N. പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി N. പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകണമെന്നും ഹിയറിംഗ് നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യണമെന്നും കത്തിൽ പ്രശാന്ത് ആവശ്യപ്പെട്ടു. IAS തലപ്പത്തെ തർക്കവും ചേരിപ്പോരും അവസാനിക്കുന്നില്ല. തനിക്കെതിരായ സസ്പെൻഷൻ നടപടി തുടരുന്നതിന് പിന്നിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പക്ഷപാതപരമായി പെരുമാറുന്നതാണ് കാരണമെന്ന് N. പ്രശാന്ത് IAS ആരോപിക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാട്ടി N. പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച രേഖകൾ അപ്രത്യക്ഷമാകുന്നുവെന്നും N. പ്രശാന്ത് പറയുന്നു. പലപ്പോഴായി 7 മറുപടി കത്തുകൾ നൽകിയെങ്കിലും മറുപടികളുടെ തലക്കെട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന് നൽകാത്തതിനാൽ ചീഫ് സെക്രട്ടറി അത് പരിഗണിക്കാതിരുന്നുവെന്നും ഇത് വിചിത്രമാണെന്നും N. പ്രശാന്ത് പറയുന്നു. അതിനാൽ നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യേണ്ടതുണ്ടെന്നും പ്രശാന്ത് കത്തിൽ ആവശ്യപ്പെടുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട K. ഗോപാലകൃഷ്ണനെ കൊച്ചി വൈറ്റില മൊബൈലിറ്റി ഹബ് സൊസൈറ്റി MD-ആയി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ നിയമിച്ചത്. താൻ കൈമാറുന്ന രേഖകൾ തെരഞ്ഞുപിടിച്ച് നീക്കം ചെയ്യപ്പെടുകയാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇമെയിലിലൂടെയായിരിക്കും ഇനി രേഖകൾ കൈമാറുകയെന്ന് N. പ്രശാന്ത് പറയുന്നു. ചീഫ് സെക്രട്ടറിക്ക് മുമ്പ് നൽകിയ വിശദ മറുപടികൾ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കുറ്റപത്ര മെമ്മോയ്ക്കുള്ള ഔദ്യോഗിക പ്രതികരണമായി കണക്കാക്കണമെന്നും തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഒഴിവാക്കണമെന്നും പ്രശാന്ത് ആവശ്യപ്പെടുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജീവിതം പൂർണ്ണമാകുന്നത് വിനയത്തിലൂടെയും കാരുണ്യത്തിലൂടെയുമാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. മധുരൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ 2ാം ദിനം അമ്മയെ കാണാൻ എത്തിച്ചേർന്നത് ആയിരങ്ങളാണ്. മധുരൈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനായി രാവിലെ 11 മണിയോടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തിയ അമ്മയെ MLA RV ഉദയകുമാർ, മുൻ MLA K. മാണിക്കം, രാമകൃഷ്ണ തപോവനത്തിലെ പരമാനന്ദ മഹാരാജ്, ആധ്യാത്മാനന്ദ് മഹാരാജ്, ഇന്ത്യൻ ലഫ്റ്റനന്റ് കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ അർജുൻ മേനോൻ, മഹാത്മാ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് പ്രേമലത എന്നിവർ ഹാരാർപ്പണം ചെയ്ത് അനുഗ്രഹം തേടി.
അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു. സത്സംഗത്തിൽ ജീവിതത്തിന്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ചാണ് അമ്മ മക്കളോട് സംസാരിച്ചത്. അഹങ്കാരം കളഞ്ഞ് സ്നേഹവും വിനയവും വളർത്തുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് എന്ന് അമ്മ പറഞ്ഞു. വിനയം സ്വാഭാവികമായി മാറുമ്പോൾ ജീവിതം മധുര സംഗീതം പോലെ ഒഴുകി നമുക്കും മറ്റുള്ളവർക്കും ആനന്ദം പകരുമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. വേദിയിൽ അമൃതശ്രീ സ്വയം സഹായ സംഘാംഗങ്ങൾക്ക് വസ്ത്രങ്ങളും സാമ്പത്തിക സഹായവും അമ്മ വിതരണം ചെയ്തു. മധുരൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ശേഷം ഈ മാസം 17, 18 തീയതികളിൽ ചെന്നൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം നടക്കും. അമൃത ന്യൂസ്, മധുരൈ. കൊച്ചി അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലൂമിനൻസ് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. ദൃശ്യമാധ്യമ രംഗത്തെ അടുത്തറിയാൻ അവസരമൊരുക്കിയ 3 ദിവസം നീണ്ടുനിന്ന സെമിനാറിൽ 100-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വാർത്താ മാധ്യമ രംഗം, സിനിമ, സമൂഹ മാധ്യമങ്ങൾ, പോഡ്കാസ്റ്റിംഗ് തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധർ 3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ഡി ഹരികൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മൂവി വേൾഡ് മീഡിയ പ്രോഗ്രാം ഹെഡ് രജനീഷ് VR ത്രിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫിലിം എഡിറ്റർ ഷമീർ മുഹമ്മദ്, റേഡിയോ ജോക്കി രാഘവ്, ഡിജിറ്റൽ ജേർണലിസ്റ്റ് അലീന മറിയ വർഗീസ്, മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ രതീഷ് അനിരുദ്ധൻ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. അമൃത വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അധ്യാപിക അപർണ നമ്പൂതിരി നന്ദി പ്രകാശനം നടത്തി. കോഴിക്കോട് കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ക്ഷേത്രത്തിലും മരണപ്പെട്ടവരുടെ വീടുകളിലും മന്ത്രി സന്ദർശനം നടത്തി. അതേസമയം നിയമ നടപടി സ്വാഗതം ചെയ്യുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം സന്ദർശിച്ച് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. വളരെ ദാരുണവും ഞെട്ടിക്കുന്നതുമായ സംഭവമാണ് ഉണ്ടായത്. ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമല്ല. എന്നാൽ സർക്കാരിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകണം. വെടിക്കെട്ട് ആനകളെ പരിഭ്രാന്തരാക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുതൽ പരിശോധന നടത്തും. നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത്. നിയമപരമായാകുമ്പോൾ അവർക്ക് നിയമപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം ഉണ്ടാവുമല്ലോ, അതവർ ചെയ്യട്ടെ. നമുക്ക് ഇപ്പോഴുള്ള നിയമവും നടപടിക്രമങ്ങളും കോടതി നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മരണപ്പെട്ടവരുടെ വീടും മന്ത്രി സന്ദർശിച്ചു. ഇൻഷുറൻസ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് BNS 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ആനകളെ എഴുന്നള്ളിച്ചത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും മതിയായ അകലം പാലിച്ചിരുന്നുവെന്നുമാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ വിശദീകരണം. നിയമ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വരും വർഷങ്ങളിൽ എഴുന്നള്ളിപ്പിന് ആനയെ ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ദേവന് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വാഹനം, അത് രഥവുമാവാം തേരുമാകാം, അല്ലാതെ ആന എന്ന പദം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഭീകരമായ ദുരന്തത്തെ കൂടി അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ആന ഒഴിവാക്കുന്നതിലേക്ക് നമ്മളൊരു വലിയൊരു ആന ഒഴിവാക്കുന്നതിലേക്ക് നമുക്ക് വലിയൊരു ചർച്ച പൊതുജനങ്ങളെ ആദ്യം നമ്മൾ ബോധവൽക്കരിക്കണമല്ലോ. അല്ലാതെ വിശ്വാസികളെ ബോധവൽക്കരിക്കാതെ നമുക്ക് ഒന്നും നടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാനോട് 3-0 പരാജയപ്പെട്ടത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതയ്ക്ക് മങ്ങലേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അമൃത ന്യൂസ് YouTube ചാനലിൽ കാണാം. നമസ്കാരം.